गणपतिगं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनश्वन्वन्नोतिभिस्सेदसादनम् എവിടെയാ നീ? പൂജയുടെ സമയത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞ കുസൃതി കാണിച്ച് അവിടെ എവിടെ നടന്നോളൂ. അനി 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 ഇവിടെ ഇല്ല. അനി, ഓ ഇത് ബാത്റൂം ആണല്ലോ. അനി അനി ഈ വീട് മുഴുവൻ നടന്നു തീർക്കാൻ ഒരു ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല. അനി ഇവിടെയാണോ? അനി, അനി എഴുന്നേറ്റെ. അവിടെ പൂജ നടക്കുമ്പോ നീ ഇവിടെ വന്നിരിക്കുകയാണോ? അമ്മ വഴക്ക് പറയില്ലേ? വന്നേ. മമ മമ ഉപാർത്ത ഉപാർത്ത സമസ്ത സമസ്ത ദുരിത ക്ഷേദ്വാര ക്ഷേദ്വാര പരമേശ്വര പരമേശ്വര സിദ്ധ്യർത്ഥം സിദ്ധ്യർത്ഥം മമ നൂതന നൂതന ഗൃഹപ്രവേശന അംഗഭൂതം മഹാഗണപതേ മഹാഗണപതി പൂജാഖ്യം മമാഖ്യം കർമ്മ കർമ്മ കരിഷ്യേ കരിഷ്യേ. ഈ വീട്ടിലേക്ക് വരുന്നതില് മനസ്സിന് എതിർപ്പില്ല, പക്ഷെ തലച്ചോറ് സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചതല്ല. താങ്ക്സ് മോനെ അശോക. വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ സൂര്യ? പിന്നെ ഞാൻ എന്ത് പറഞ്ഞതാ? നല്ല കാര്യം ചെയ്താ പറയേണ്ടത്, അങ്ങനെയല്ലേ ഭാർഗവി? അതെ അച്ഛാ. ആ മാച്ചില് മാൻ ഓഫ് ദി മാച്ച് ഞാനല്ലേ ഭാർഗവ്? താങ്ക്സ് പറയണേ, എന്നോട് പറയണം. എന്താ മോളെ നിന്റെ കേട്ടിരുന്ന് കൂണുകൂടാന്ന്? അങ്ങേരെ എപ്പോഴും ഇങ്ങനെ തന്നെയാ, കുണുങ്ങിക്കൊണ്ടേ ഇരിക്കും അച്ഛാ. ചെറിയച്ഛനെ മേമയ്ക്കറിയാലോ. ഇനി നിന്റെ ചിന്തയൊക്കെ ഒന്ന് മാറ്റിക്കോ. ഞാനെന്താ ചിന്തിക്കണ്ടേ? നീയും നിന്റെ കെട്ടിയോളും ഈ വീട്ടിൽ ഒന്നിച്ച് കാല് വെച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ വീട്ടിൽ വന്നതല്ലേ, നിങ്ങൾക്കെന്താ ഒരു മാറ്റം ഇല്ലാത്ത? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കണ്ടോടാ, നിന്നോട് എങ്ങനെ കാണിച്ചേ? നിങ്ങളോടും ചേർത്താ കാണിച്ചേ. ആണോ? ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും അല്ലേടാ? കറക്റ്റ്. എന്ത് കറക്റ്റ്? എന്താ നിന്റെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിലേ നിന്റെ ചെറിയച്ഛനും ചെറിയമ്മ ഇരിക്കേണ്ട സ്ഥാനത്തെ നീയും നിന്റെ കെട്ടിയോള് ഇരുന്നേനെ. അത് കാണാൻ എന്ത് രസമായിരുന്നേനാടാ. ഇപ്പൊ എന്താ ഞങ്ങൾ ബാറ്റ് ചെയ്യുന്നത് തീരെ ഇഷ്ടമാവുന്നില്ലേ? അവൻ തന്നെ ബാറ്റ് ചെയ്യണോ? തിരുമേനി, ഇനി 2 മന്ത്രം എക്സ്ട്രാ ഇല്ലാലും കുഴപ്പമില്ല. ഈ വീട്ടിലേക്ക് നല്ലൊരു മരുമകൾ വരാൻ വേണ്ടി ഇവരെ ഒന്ന് ആശീർവദിക്കുക. തീർച്ചയായും ശീഘ്രമേവ കല്യാണ പ്രാപ്തരസ്തു. സൂരി, എക്സ്ട്രാ മന്ത്രം ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ മന്ത്രമില്ലാതെ തന്നെ ചേട്ടന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. ഏയ് അണങ്ങിരി. എന്താടാ അങ്ങനെ? ഇതെപ്പോഴും എടുത്ത് ഡിലീറ്റ് ചെയ്തേ. അല്ല എനിക്ക് അയക്കേ. ഡിലീറ്റ് ചെയ്യണോ നിനക്ക് അയക്കണോ? ആദ്യം എനിക്ക് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്യും. എന്താ ചെയ്യണ്ട സൂരി? തൽക്കാലം ഒന്നും ചെയ്യണ്ട. പിന്നല്ല. അശോക്, ഇവിടെ ഒരു പൂജ നടക്കാണ്. നിങ്ങളുടെ കളിയും ചിരിയും ബഹളമൊക്കെ നമുക്ക് പിന്നെയാക്കാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന നിനക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലേ? ഇതാ നിന്റെ ലൈഫ്, അനുഭവിച്ചോ?
എനിക്കെന്തോ ഈ വീട്ടിൽ നല്ല പോസിറ്റീവ് വൈബ്സ് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ രാമന്റെ കല്യാണം നടക്കുമെന്നാ തോന്നുന്നത്. എന്റെ പൊന്നു ചെറിയച്ച, നിങ്ങളും ഇങ്ങനെ തുടങ്ങാ? രാമ, ഈ സത്യൻ എപ്പോഴും സത്യം മാത്രമേ പറയൂ. മനസ്സിൽ തോന്നിയത് പറഞ്ഞാളാ. വീട്ടിലെ എല്ലാരും ഇത് ഡിസൈഡ് ചെയ്തിരിക്കാൻ തോന്നുന്നു. വീടിന്റെ മുതലാളി ചെയ്യേണ്ട മംഗളകാര്യങ്ങളെല്ലാം ഇവിടെ ഒരു ചെകുത്താൻ ഇരുന്ന് ചെയ്യുന്നു. എനിക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ മേലേ. ഏട്ടാ, എങ്ങോട്ടാ പോകുന്നേ? ഏട്ടാ, വാണിച്ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇത് വെറും പൂജയല്ല, ആഘോഷ. അപ്പോഴേ ഈ വീടാകുമായിരുന്നുള്ളൂ. ഈ രാക്ഷസിയുടെ കയ്യിൽ ഈ വീട് കൊടുത്തു കഴിഞ്ഞാ വീട് അവള് ശ്മശാനമാക്കി മാറ്റും. ഇപ്പോ വാണിച്ചേച്ചിയുടെ വീടാണ് ഞങ്ങൾക്ക് സമാധിയായി മാറുന്നത്. ചേട്ടാ, ചേട്ടത്തി, നിങ്ങൾ മുകളിലിരുന്നെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? ദേവി, ഇത് നമ്മുടെ രാമനെ രക്ഷിക്കുക പ്ലീസ്. നമ്മുടെ രാമനെ രക്ഷിക്കുക. അനി, പാല് കുടിക്ക്. എനിക്ക് വേണ്ട. അനി, അങ്ങനൊന്നും പറയാൻ പാടില്ല. അത് പ്രസാദമാ. കുടിച്ചേ. ഈ പാലിന് പശുവിന്റെ മണമുണ്ട്. നോക്ക്, ആ വാസന ഈ വാസന, അത് വേണ്ട ഇത് വേണ്ട, ഞാനൊന്ന് തന്നാലുണ്ടല്ലോ. മര്യാദക്ക് എങ്ങോട്ട് മേമ. കുടിക്കടാ. ചൂടാവല്ലേ, കുട്ടിയല്ലേ അവൻ. അനിമോനെ, നിനക്ക് ഇവിടെ ഇഷ്ടമായോടാ? നിനക്കിവിടെ എത്ര വലിയ റൂമുണ്ടെന്ന് നീ കണ്ടോ? പക്ഷെ അവിടെ പ്ലേ സ്റ്റേഷൻ ഒന്നും വെച്ചിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ ശരിയാക്കാം. അതിനു മുമ്പ് മോൻ ഗുഡ് ബോയ് ആയിട്ട് ഈ പാലൊന്ന് കുടിച്ചേ. എനിക്ക് വേണ്ട. ഒരൊറ്റ സിപ്പ് എനിക്ക് വേണ്ടി. വേണ്ടെന്ന് പറയലടാ മോനെ അനി. നിന്റെ വല്യച്ഛനും വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നീ അത് കുടിക്കുക. വല്യച്ഛനും വല്യമ്മയോ? അവരെവിടെയാ ഉള്ളേ? അവര് മേലെയാണ്. നിന്നെ നല്ലോണം കാണുന്നുണ്ടാവും. നീ ഗുഡ് ബോയ് അല്ലേ? വേഗം പാല് കുടിച്ച് തീർത്തേ. മേലെയാ? മോളിൽ ആരും ഇല്ലല്ലോ. ഞാൻ ഈ പാല് കുടിക്കില്ല. മൈ ഗോഡ്, എല്ലാത്തിനും ഒരു വാശി. എനിക്കിതൊക്കെ കാണുമ്പോ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അപ്പോ നീ കുട്ടിയായിരുന്നപ്പോ ഇതുപോലൊന്നും ആയിരുന്നില്ലല്ലോടാ. എന്തു പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു. മോസ്റ്റ്ലി അത് തെറ്റായിരുന്നു എന്ന് തോന്നുന്നു. മേമ പ്ലീസ് ഫോഴ്സ് ചെയ്യാതെ. അവൻ കുഞ്ഞല്ലേ, വലുതാകുമ്പോ ശരിയാവും. രാമന്റെ അച്ഛനും അമ്മയും അതെ.
എങ്ങനെ എവിടെ പെരുമാറണമെന്ന് അറിയായിരുന്നു. ഭാർഗവി, നിന്റെ മകനില്ലേ, നിന്റെ ഭർത്താവിന്റെ അതേ ബുദ്ധിയാ മോളെ. എന്റെ ബുദ്ധിയായിരുന്നെങ്കിൽ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ചേനെ. ഇവനെ അവന്റെ അമ്മയുടെ ഫോട്ടോസ്റ്റാറ്റാ. ഭാർഗവി, ഏത് ഉത്സവം വന്നാലും എന്ത് വിശേഷം വന്നാലും നിന്നോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ഈ പ്രാവശ്യം കുറച്ച് തിരക്ക് കൂട്ടി ഗൃഹപ്രവേശം നടത്തേണ്ടി വന്നതാ മോളെ. നിനക്കതില് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല അച്ഛ, എനിക്കിതൊക്കെ ഒരു സന്തോഷല്ലേ. റാമിന്റെ കല്യാണം അങ്ങനെയൊന്നും ആവില്ല, ആഘോഷമായിട്ട് നടത്താം. അയ്യോ, അത് പിന്നെ അച്ഛൻ എന്നോട് പ്രത്യേകം പറയണോ? അപ്പൂന്റെ കല്യാണം നമ്മള് കെങ്കേമായിട്ട് തന്നെ നടത്തും. എന്തോ റാമിന്റെ അച്ഛനും അമ്മയും വല്ലാതെ ഓർമ്മ വരുന്നു മോളെ. അവരിപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള തോന്നല എനിക്ക്. കറക്റ്റ്. കണ്ടോ കണ്ടോ മുത്തച്ഛ, ഒരു മിനിറ്റ്. അശോക, കണ്ടോ? മെസ്സേജ് വന്നപ്പോ പൂമ്പാറ്റയെ പോലെ പറന്നു പോയത് കണ്ടോടാ. പേഴ്സണൽ ആണ് സൂരി, പേഴ്സണൽ. അശോക്, പെയിന്റിംഗ് ഒക്കെ വളരെ നന്നായിട്ടുണ്ടേ. ഞങ്ങള് വീട്ടിലെല്ലാവരും കൂടി ചേർന്ന് അടിച്ചിരുന്നെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് നന്നാവില്ലായിരുന്നു. താങ്ക് യു. യു വെൽക്കം. ഏട്ടാ, എല്ലാവരും അവിടെ നിൽക്കുമ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് എന്താ ചെയ്യുന്നേ? അത് പിന്നെ എനിക്ക് പുതിയ വീട്ടിലേക്ക് വന്നതിന്റെ സന്തോഷമൊക്കെ ഉണ്ട് മോളെ. അവിടെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കണം എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. അതേ, ഈ പ്രേതപ്പടങ്ങളിലൊക്കെ പ്രേതമുള്ള വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കരണ്ട് അടിക്കുന്ന പോലെ നമ്മളെന്താ തടഞ്ഞു വെക്കാറില്ലേ? അവിടെ അകത്തെനിക്ക് അങ്ങനെയാ തോന്നിയത്. ഏട്ടാ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? ഇന്ന് നല്ലൊരു ദിവസമാ, എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? പേടിയുള്ളത് നല്ല കാര്യമല്ലേ, മോശമല്ല. ഞാന് നിന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചോണ്ടിരിക്കാം. വീട്ടിൽ കളഞ്ഞേക്കാം. ശരി, പാല് കുടിക്ക. അവിടെ വെച്ചേക്ക. ഏട്ടാ, കുടിക്കേട്ടാ. എന്താണെന്നോ, ഞാൻ എന്ത് ചെയ്താലും എന്തൊക്കെ കാണിച്ചാലും എന്നെ ഒരു മനുഷ്യനായി കണ്ട് സംസാരിക്കുന്ന രണ്ട് പേരാ. ഒന്ന് നീ, പിന്നെ എന്റെ രാമൻ.
ബാക്കി രണ്ടുപേര് ബാക്കി രണ്ടുപേരോ? ചേട്ടൻ ചേച്ചി. നിനക്കറിയോ, എനിക്ക് അമ്മയില്ല എന്നുള്ള തോന്നലുണ്ടായത് ചേച്ചി പോയതിനു ശേഷം. ഞാൻ ദൈവത്തിനോട് ദിവസം പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയോ? ദൈവമേ, ചേച്ചി എന്തൊക്കെ ചോദിച്ചാലും അത് നിറവേറ്റി കൊടുക്കണമെന്ന്. ചേട്ടനും ചേച്ചി സന്തോഷമായിട്ടിരിക്കണമെന്ന് സദാ പ്രാർത്ഥിച്ചതാ. പക്ഷേ ഒരാളോട് പോലും, ഒരു മനുഷ്യനോട് പോലും ഇന്നേ വരെ എന്റെ ചേച്ചി ദേഷ്യപ്പെട്ടിട്ടില്ല. രാമൻ വളർന്നു വന്നപ്പോ നിങ്ങളെപ്പോലെ തന്നെ അവനും ചേച്ചി എന്നാ വിളിക്കാറ്. അവരെന്തായാലും നമ്മുടെ കൂടെ വേണമായിരുന്നേ. അവരുടെ സമാധി ഉള്ളിടത്ത് വന്ന് നമ്മള് ഏട്ട കരയില്ലേ, സമാധാനമായിട്ടിരിക്കെ. കരഞ്ഞില്ല. പിന്നെ നീയേ അകത്താരോടും പോയി ഞാനിങ്ങനെ സംസാരിച്ച കാര്യമൊന്നും പറയണ്ട. പാല് മധുരം ഇട്ടിട്ടുണ്ടല്ലേ? മധുരമുള്ള പാല് എനിക്ക് പറ്റില്ല മോളെ. നീ കൊണ്ടുവന്നില്ലേ, അത് മതി. പ്ലീസ് പ്ലീസ്. വേണ്ട 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 വേണ്ട. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ അകത്തേക്ക് പോയിക്കോ. പൂജയൊക്കെ നടക്കില്ല, നല്ല പണി കാണും നിനക്കകത്ത്. നീ ചെല്ല്. നമ്മളിപ്പോ സംസാരിച്ച കാര്യം ഒന്നും ആരും പറയാൻ നിൽക്കണ്ട കേട്ടോ. സാധന, നീ ഇവിടെയായിരുന്നു? അനികേത് അവന്റെ കളിപ്പാട്ടം തപ്പി നടക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോ നീയല്ലേ എല്ലാം പാക്ക് ചെയ്തത്? ഒന്ന് എടുത്തു കൊടുക്കും അവന്. ആ ചേച്ചി. ഒരു മിനിറ്റ്. കർമ്മ റിട്ടേൺസ്. മോളിലേക്ക് എറിഞ്ഞ കല്ല് താഴെ വീണേ പറ്റുള്ളൂ ഭാർഗവി. നീ വലിയൊരു കല്ലല്ലേ മുകളിലേക്ക് എറിഞ്ഞിരിക്കുന്നത്. ഇപ്പോ ആ കല്ല് താഴേക്ക് വരുന്ന സമയമാ. മോളിന്ന് വന്ന കല്ല് നിന്റെ തലയിലേക്ക് പാവം കുടിയന് ഭ്രാന്തായിപ്പോയി. നിന്നെ പോലൊരു പിശാചിന്റെ വായെന്ന് ഭ്രാന്തനെ വിളി കേൾക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. വൺ മോർ തിങ്. നീയേ വീണ്ടും ഇതേ സ്ഥലത്ത് വന്ന് ഇവിടെ താമസിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല അല്ലേ? അല്ലെങ്കിലേ നിനക്ക് ഉറക്കമില്ല. ഇനി നിന്റെ സമാധാനം കൂടി ഇല്ലാതായ പൂർണ്ണമായി. ഇനി നീ എവിടെ പോകും? എങ്ങനെ കള്ളത്തരം കാണിക്കും? എന്റെ ചേച്ചിയുടെ കണ്ണ് നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഭാർഗവി, നിന്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ. ടിക് ടിക് 1, ടിക് ടിക് 2. അത് കഴിഞ്ഞ് നിന്റെ മൂടുപടം ഞാൻ അച്ഛന്റെ മുമ്പിൽ തുറന്നു കാണിക്കും. തെറ്റിയത് നീയാ, ഞാനല്ലെന്ന് അവരും അറിഞ്ഞേ പറ്റൂ. ജീവിച്ചിരിക്കുന്ന നിനക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
എന്നിട്ടാണോ ചത്തുപോയി നിന്റെ ചേച്ചി? പോടാ.